കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ചില ഭാഗങ്ങളാണ്. നമുക്ക് എപ്പോഴും നമ്മുടെ ലൈഫിൽ നമ്മൾ ഭാരതീയ നമുക്ക് എങ്ങനെയാണ് സ്വാതന്ത്ര്യം കിട്ടിയത്, സ്വാതന്ത്ര്യാനന്തരം എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നത് വരെയുള്ള ഭാഗങ്ങളാണ് ഇന്ത്യാ ചരിത്രത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ തുടക്കം നമുക്ക് നോക്കാം, പാഠപുസ്തകത്തിലേക്ക് നമുക്ക് പോകാം. പ്രധാനപ്പെട്ട ചില സംഭവങ്ങളിലൂടെയാണ് നമ്മൾ പാഠഭാഗം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ തോന്നുന്നു നമുക്ക് കേരളത്തിൻ്റെ ഭാഗമൊന്നും അതിൽ വരുന്നില്ലല്ലോ. കേരളത്തിലെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ അതിൽ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ആനുകാലികമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളോടുകൂടിയാണ് പാഠത്തിൻ്റെ അവസാനം വരുന്നത്. അപ്പോൾ ഞാൻ വല്ലാതെ വിശദമാക്കാത്ത രീതിയിലുള്ള ഒരു സ്ലൈഡാണ് നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യുന്നത്. ആ സ്ലൈഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏറ്റവും പ്രസക്തമായ കാര്യങ്ങൾ മാത്രം നമുക്ക് മനസ്സിലാക്കാം. ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യാൻ. ഞാൻ പോയിട്ടില്ല, അവിടെ ഉണ്ട് കേട്ടോ. സാധാരണഗതിയിൽ നിങ്ങൾക്കുള്ള ഫയലുകളൊക്കെ ഓപ്പൺ ആക്കി വെച്ചതിന് ശേഷമാണ് ക്ലാസ് തുടങ്ങുന്നത്. അപ്പോൾ ഇന്ന് ലേറ്റ് ആയതുകൊണ്ട് ഫയലുകൾ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, നമുക്ക് സ്ക്രീന് ഷെയർ ചെയ്യാം. സ്ക്രീന് കാണുന്നുണ്ടോ? ഓക്കെ, ഇതാണ് നമ്മളെ പാഠഭാഗം എന്ന് പറയുന്നത്. നമ്മളെ പാഠപുസ്തകത്തിലുള്ള പേജ് തന്നെയാണ് ഞാൻ ഈ കാണിച്ചത്. ഇതിൽ ഒന്നാമത്തെ ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരും നമ്മളും തമ്മിലുണ്ടായ ചില വിഷയങ്ങളും, പിന്നീട് ലാസ്റ്റിലേക്ക് വരുമ്പോൾ ഓരോ പ്രത്യേക മേഖലകളിലുണ്ടാകുന്ന കലാപങ്ങളും ഒക്കെയാണ്. കുറിച്യ കലാപം, തുണി വ്യവസായത്തിൻ്റെ തകർച്ചയുമായി ബന്ധപ്പെട്ട്, അങ്ങനെ ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി സ്വദേശി പ്രസ്ഥാനം, ഇങ്ങനെ കുറച്ചൊരു വിപുലമായ ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഇതിൽ വളരെ രസകരമായിട്ട് നമുക്ക് മനസ്സിലാക്കി വെക്കാൻ പറ്റിയ ചില ഭാഗങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ എന്ത് ക്ലാസ് എങ്ങനെ എടുത്താലും നിങ്ങൾക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും പാഠപുസ്തകം ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ച് പഠിക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഏറ്റവും പ്രധാന കാരണം നമ്മൾ വിക്ടേഴ്സിൻ്റെ ക്ലാസ് ഇത്ര ഫാസ്റ്റായിട്ട് പോകുമ്പോൾ വല്ലാതെ എക്സ്പ്ലെയിൻ ചെയ്തെടുക്കാൻ നമുക്ക് സമയമില്ല. അപ്പോൾ അതുകൊണ്ട് ടെക്സ്റ്റ് നന്നായിട്ട് നിങ്ങൾ വിക്ടേഴ്സിൻ്റെ ക്ലാസ് നിങ്ങൾ കാണണം. അതിൻ്റെ പുറമെ ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുകയും വേണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരം ചാപ്റ്ററുകളൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ചരിത്രം എന്ന് പറയുന്നത് നമ്മൾ വായിച്ച് പഠിച്ച് മനസ്സിലാക്കേണ്ട സംഗതിയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ചാപ്റ്ററിൻ്റെ പേര് തന്നെ ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പും എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. നമുക്കറിയാം, ഇന്ത്യയിലേക്ക് പലരായിട്ട് വിദേശീയർ നമ്മളെ കോളനിവൽക്കരണത്തിലേക്ക് വന്നിട്ടുണ്ട്. ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് വന്ന കോളനിവൽക്കരണത്തിന് വേണ്ടി വന്ന വിദേശികൾ ആരാണെന്ന് പറയാൻ പറ്റുമോ? യൂറോപ്യന്മാരായി വന്നത് പോർച്ചുഗീസുകാരാണ് അല്ലേ. പിന്നീട് ആരാ വന്നത്? നെതർലാൻഡ്. ഓക്കെ, നെതർലാൻഡ് അല്ലെങ്കിൽ ഡച്ചുകാരെന്ന് നമ്മൾ പറയുന്നത്. ദെൻ പിന്നീട് ഫ്രാൻസ്, ദെൻ ഇംഗ്ലണ്ട്. ഇങ്ങനെയാണ് ഇന്ത്യയിലേക്ക് വന്ന വിദേശീയർ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് അവരെ വിദേശിയരുടെ ഘടന എന്നുള്ളത്. ഫസ്റ്റ് വൺ നിങ്ങൾ പറഞ്ഞ പോലെ പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഫ്രഞ്ചുകാർ, ഇംഗ്ലീഷുകാർ, ഇങ്ങനെയാണ് ഇന്ത്യയിലേക്ക് വന്ന ആളുകൾ.
അപ്പോൾ നമുക്കറിയാം വാസ്കോഡ ഗാമയാണ് ആദ്യമായിട്ട് പോർച്ചുഗീസുകാരനായിട്ട് വന്നത്. അപ്പോൾ അവർ കേരളത്തിലാണ് വന്നത്. നമുക്കറിയാം കോഴിക്കോട് കാപ്പാടാണ് വന്നത്. ഇങ്ങനെ വന്ന് ഏറ്റവും അവസാനം വന്ന യൂറോപ്യൻ കോളനിവൽക്കരണത്തിന് വേണ്ടി വന്ന ബ്രിട്ടീഷുകാർ അവർ മാത്രമാണ്, ബാക്കിയുള്ളവരൊക്കെ ചെറിയ ചെറിയ പ്രദേശങ്ങളോ ഒക്കെ മാത്രമേ അവർ കീഴടക്കിയിരുന്നുള്ളൂ. പക്ഷേ അവസാനം വന്ന ബ്രിട്ടീഷുകാരാണ് ഇന്ത്യ മുഴുവനായിട്ട് അവരുടെ അധികാരത്തിൻ കയ്യിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അവർ നിലവിലുണ്ടായിരുന്ന നമ്മുടെ ഏകദേശം 600-ലധികം നാട്ടുരാജ്യങ്ങളായിരുന്നു എന്നാണ് നമ്മളെ ഇന്ത്യയെക്കുറിച്ച് പറയുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം ഏകദേശം 600ഓളം നാട്ടുരാജ്യങ്ങളായിരുന്നു എന്നും ഈ 600ഓളം നാട്ടുരാജ്യങ്ങളെ 600-ലധികമാണ് നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷുകാർ ഒന്നുകിൽ അവിടുത്തെ ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് ഭരണം നടത്തി, അതല്ലെങ്കിൽ ആ ഭരണാധികാരികൾ രാജാക്കന്മാരെ ഇവർ പറയുന്നത് പോലെ, ബ്രിട്ടീഷുകാർ പറയുന്നത് പോലെ, അവർ നികുതി ചുമത്താൻ പറയുന്നത് പോലെ അനുസരിക്കാൻ തയ്യാറായ ഭരണാധികാരികളാക്കി മാറ്റി. ഇങ്ങനെ 2 രീതിയിലാണ് ബ്രിട്ടീഷുകാർ നമ്മുടെ മേൽ അധിനിവേശം നടപ്പിലാക്കുന്നത്. എങ്ങനെയൊക്കെയാണ്? ഒന്ന്, നിലവിലുണ്ടായിരുന്ന രാജഭരണത്തെ അതേപോലെ നിലനിർത്തി അവർ പറയുന്ന രീതി, ബ്രിട്ടീഷുകാർ പറയുന്ന രീതിയിൽ മാത്രമേ രാജാക്കന്മാരെ ഭരിക്കാൻ സംഭവിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ആ രീതിയിൽ ഭരണം നടത്തി. അതുമല്ലെങ്കിൽ ആ പ്രദേശത്തെ രാജാക്കന്മാരെ അവിടുന്ന് യുദ്ധം വഴി ഒഴിവാക്കുകയും ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം നടത്തുകയും ചെയ്തു. ഇങ്ങനെ 2 രീതിയിലാണ് ഭരണം നടത്തിയത്. ഇങ്ങനെ ഭരണം നടത്തിയപ്പോൾ സ്വാഭാവികമായിട്ട് അറിയാം, നമുക്ക് ബ്രിട്ടീഷുകാരൊരിക്കലും നമ്മളെ നന്നാക്കാൻ വേണ്ടിയുള്ള വന്ന ഭരണകൂടമായിരുന്നില്ല. അവരെന്തിനു വേണ്ടിയാണ് ചെയ്തിരുന്നത്? അവർക്ക് ആവശ്യമായ സമ്പത്ത് ഇവിടെ നിന്ന് കൈവശം വെക്കാൻ, കൈയടക്കാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ പൊതുജനങ്ങൾക്ക് ചില പ്രയാസങ്ങൾ നേരിട്ടു. ഈ പ്രയാസങ്ങളെ എങ്ങനെയാണ് നമ്മൾ നേരിട്ടത്? ഏതെല്ലാം രീതിയിലാണ് ബ്രിട്ടീഷുകാർ നമ്മളെ ചൂഷണം ചെയ്തത്? ഇതാണ് പാഠത്തിൻ്റെ ആശയം. ബ്രിട്ടീഷുകാർ ഏതെല്ലാം രീതിയിൽ നമ്മളെ ചൂഷണം ചെയ്തു, ആ ചൂഷണം ചെയ്തപ്പോൾ നമ്മൾ ഏതെല്ലാം രീതിയിൽ അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. ചിലത് വിജയിച്ചു, ചിലത് പരാജയപ്പെട്ടു. ഇതാണ് ഈ ചാപ്റ്ററിൻ്റെ ആശയം എന്ന് പറയുന്നത്. ക്ലിയറായി വിചാരിക്കുന്നു. അഥവാ ബ്രിട്ടീഷുകാർ നമ്മുടെ മേൽ നടപ്പിലാക്കിയ വ്യത്യസ്ത രീതിയിലുള്ള ചൂഷണ മാർഗങ്ങളും ആ ചൂഷണ മാർഗങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ അതിനെ ഏതെല്ലാം രീതിയിലാണ് നമ്മൾ അതിനെ ചെറുത്ത് തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത്. എല്ലായിടത്തും നമ്മൾ വിജയിച്ചിട്ടില്ല. അപ്പോൾ ഇതാണ് ചാപ്റ്ററിൻ്റെ ചാപ്റ്ററിൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്നത്, പ്രധാന ആശയം എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങൾ നോക്കൂ, നമ്മുടെ പാഠപുസ്തകത്തിൽ ഒരു വായനാക്കുറിപ്പ് തന്നിട്ടാണ് തുടങ്ങുന്നത്. ഒരു വായനാക്കുറിപ്പ് തന്നിട്ടാണ് നമ്മൾ ചാപ്റ്റർ തുടങ്ങുന്നത്. ആ ചാപ്റ്ററിൽ 1907 ജനുവരിയിലെ ഒരു ദിനം ഗ്രാമത്തിലെ കർഷകനായിരുന്ന ഗാംഗുലിൻ്റെ മകളുടെ വിവാഹമായിരുന്നുവെന്ന് മുറ്റത്തൊരുക്കിയ ചെറുപന്തലിൽ ധാരാളം അതിഥികളുണ്ടായിരുന്നു. അവരെയെല്ലാം മധുര പലഹാരങ്ങൾ നൽകിയാണ് ഗാംഗുലും ബന്ധുക്കളും സ്വീകരിച്ചത്. എന്നാൽ അവയിൽ പഞ്ചസാര ചേർത്തിരുന്നില്ല, പകരം ശർക്കരയായിരുന്നു ഉപയോഗിച്ചത്. ഇതേപ്പറ്റി അന്വേഷിച്ചവരോട് രാഹുൽ അഭിമാനത്തോടെ പറഞ്ഞു, നമ്മുടെ ദുരിതങ്ങൾക്കെല്ലാം കാരണക്കാർ ബ്രിട്ടീഷുകാരാണ്. അവരുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ നമ്മൾ തീരുമാനിച്ചിരുന്നല്ലോ. അതിനാലാണ് ബ്രിട്ടീഷ് ഉൽപ്പന്നമായ പഞ്ചസാര വേണ്ടെന്ന് വെച്ചതും നമ്മുടെ ഉൽപ്പന്നമായ ശർക്കര ഉപയോഗിച്ചതും. എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, നമ്മളെ കോളനിയാക്കുകയായിരുന്നു ഇവർ ചെയ്തത്. കോളനിയാക്കിയപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ കയ്യിലുള്ള കരിമ്പ് വാങ്ങി അവരുടെ ഫാക്ടറിയിൽ കൊണ്ടുപോയി പഞ്ചസാരയാക്കി നമുക്ക് തന്നെ വിൽക്കുക. ഇതിനെയാണല്ലോ നമ്മൾ കോളനിവൽക്കരണം എന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ട, കരിമ്പ് ആയിട്ട് വറ്റിച്ചെടുത്ത് ശർക്കരയാക്കിയാൽ നമുക്കത് ഉപയോഗിക്കാം. അപ്പോൾ ഗാംഗുലി എന്ന് പറയുന്നത് സാധാരണക്കാരനല്ല, സാമ്പത്തികമായിട്ട് ഉയർന്നിരുന്ന ഒരാളാണ്. അപ്പോൾ ഇത് ഒരു പ്രതിഷേധത്തിൻ്റെ രീതിയാണ്, ബഹിഷ്കരണ രീതി അല്ലേ? ഗാന്ധിജി മുമ്പ് ആഹ്വാനം ചെയ്ത രീതിയായിരുന്നു ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക എന്നുള്ളത്.
ഇങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള ചെറുത്തുനിൽപ്പുകളാണ് നടന്നിട്ടുള്ളത് എന്നതിൻ്റെ ഉദാഹരണമാണ് നമുക്ക് പാഠഭാഗത്ത് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇത്തരം കണ്ടോ എന്തായിരിക്കും ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചത്? ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളെ എങ്ങനെയെല്ലാമാണ് ബാധിച്ചത്? അവർ എങ്ങനെയായിരുന്നു ബ്രിട്ടീഷ് ഭരണത്തോട് പ്രതികരിച്ചത്? നമുക്ക് പരിശോധിക്കാം. ഇതാണ് ചാപ്റ്ററിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. നമ്മൾ നോക്കൂ, കച്ചവടത്തിന് വന്ന ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ കീഴടക്കി അധികാരം കൈയടക്കിയതിനെക്കുറിച്ച് മുൻ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ്. ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതെന്ന് നിങ്ങൾക്ക്. സൈനിക ശക്തിയിലൂടെയും നയതന്ത്രത്തിലൂടെയുമാണ് ബ്രിട്ടീഷ് നാട്ടുരാജ്യങ്ങളെ കീഴടക്കിയത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സൈനിക ശക്തി എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്ത് രാജാക്കന്മാരെ അവിടെ സ്ഥാനഭ്രഷ്ടനാക്കി അധികാരം കയ്യിലെടുത്തു. അല്ലെങ്കിൽ നയതന്ത്രത്തിലൂടെ, അഥവാ എന്താ പറഞ്ഞാൽ ബ്രിട്ടീഷ് പാറുകാർ പറയുന്ന രീതിയിൽ ഭരണം നടത്താൻ തയ്യാറുള്ള രാജാക്കന്മാരെ അങ്ങനെ തന്നെ നിലനിർത്തി. കാരണം ബ്രിട്ടീഷുകാർക്ക് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതി, അവർക്ക് പട്ടാളത്തെ വേണ്ട, ബാക്കി കാര്യങ്ങളൊന്നും വേണ്ട, പറയുന്ന നികുതി ഇവർ പിരിച്ചു കൊടുത്തോളൂ. അപ്പോൾ ഇതാണ് നയതന്ത്രത്തിലൂടെ ബ്രിട്ടീഷുകാർ നാട്ടുരാജ്യങ്ങളെ കീഴടക്കി. 1757 പ്ലാസി യുദ്ധം മുതൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം വരെയുള്ള 100 വർഷ കാലയളവാണ് ഇന്ത്യൻ ഭൂഭൂഖണ്ഡത്തിൻ്റെ വലിയൊരു വിഭാഗം പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിലായത്. നമുക്കറിയാം, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നതിന് ശേഷം ആദ്യം നടന്ന വിപ്ലവമാണ് പ്ലാസി യുദ്ധം എന്ന് പറയുന്നത്. പ്ലാസിയിലാണ് ഈ സംഭവം നടക്കുന്നത്. അതുകൊണ്ടാണ് പ്ലാസി യുദ്ധം എന്ന പേരിലൊക്കെ നടക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിലൊക്കെ നമുക്കിപ്പോൾ പോകേണ്ട ആവശ്യമില്ല. ദെൻ 100 വർഷത്തിന് ശേഷം 100 വർഷ കാലയളവാണ് ഇതിൻ്റെ ഇതെന്ന് പറയുന്നത്. നമുക്ക് 100 വർഷ കാലയളവാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വലിയൊരു വിഭാഗം പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിലായത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഏകദേശം 63% ബ്രിട്ടീഷുകാരുടെ നേരിട്ട നിയന്ത്രണത്തിന് കീഴിലായിരുന്നു. ശേഷിക്കുന്ന പ്രദേശങ്ങൾ ഭൂരിഭാഗവും ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലുള്ള നാട്ടുരാജാക്കന്മാരാണ് ഭരിച്ചിരുന്നത്. നോക്കൂ, നിങ്ങളുടെ പാഠപുസ്തകത്തിലുള്ള ഒരു മാപ്പാണിത്. ആ മാപ്പിൽ 2 കളറിൽ എന്താ ഇന്ത്യൻ്റെ മാപ്പ് ഇങ്ങനെയൊക്കെ എന്ന് ചോദിച്ചാൽ, ഇന്നത്തെ പാകിസ്ഥാൻ്റെ കുറച്ച് ഭാഗങ്ങൾ, അഫ്ഗാനിസ്ഥാൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന വിശാലമായ പ്രദേശമായിരുന്നു നമ്മളെ കൈവശം ഉണ്ടായിരുന്നത്. നമ്മളെ കൈവശം എന്ന് വെച്ചാൽ ഇത്രയും പ്രദേശമാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രദേശം. കാരണം ഇന്ത്യക്ക് കൃത്യമായ അതിർത്തിയും കാര്യങ്ങളൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൽ 2 കളറിൽ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് മഞ്ഞ കളറിൽ കാണുന്ന ഭാഗം ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുള്ള പ്രദേശങ്ങളാണ്. ബാക്കിയോ റെഡിഷ് കളറിൽ കാണുന്ന കുറേ ഭാഗമല്ലേ, അതെന്താണ്? അവിടുത്തെ നാട്ടുരാജാക്കന്മാരുടെ കീഴിലുള്ളതോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളുടെ കോളനിയായി നിൽക്കുന്ന പ്രദേശങ്ങളാണ്. നമുക്ക് നോക്കാം, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം കേട്ടോ. നോക്കൂ, പ്രധാന ആശയത്തിലേക്കാണ് ഞാൻ പോകുന്നത്. ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പിൽ 1757 പ്ലാസി യുദ്ധം മുതൽ ഇന്ത്യയിൽ താവളമുറപ്പിച്ച ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുന്നതുവരെ ചൂഷണങ്ങൾ തുടർന്നു. അവർ വളരെ പെട്ടെന്ന് തന്നെ ഇന്ത്യ ഒട്ടാകെ തങ്ങളുടെ ഭരണത്തിന് കീഴിലാക്കി. ഇന്ത്യയിൽ അവർ നടത്തിയ ചൂഷണങ്ങളും അതിനെതിരെ ജനങ്ങൾ നടത്തിയ ചെറുത്തുനിൽപ്പും നമുക്ക് നോക്കാം. ഇനി ബ്രിട്ടീഷിൽ ഏറ്റവും പ്രശ്നമുണ്ടാക്കിയ ഒന്ന് അവരുടെ നികുതി നയമാണ്. നമുക്കറിയാം, 1757 പ്ലാസി യുദ്ധത്തോടെ ബംഗാളിലെത്തിയ ബ്രിട്ടീഷുകാർ വരുമാനം ഉണ്ടാക്കുന്നതിനായി വിവിധ ഭൂനികുതി നയങ്ങൾ ആവിഷ്കരിച്ചു. അവയെല്ലാം ജനങ്ങളുടെ നട്ടെല്ലൊടിക്കുന്നവയായിരുന്നു. നട്ടെല്ലൊടിക്കുക എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് അവരെ തകർക്കുന്നതായിരുന്നു. പ്രധാനപ്പെട്ട 3 നികുതി രീതികളാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ്, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലെ ജനങ്ങളുടെ മേൽ ചുമത്തിയത്. വളരെ പ്രധാനപ്പെട്ട, പരീക്ഷയ്ക്ക് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന 3 നികുതി സമ്പ്രദായങ്ങളാണ് ഈ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത്. നിങ്ങളുടെ പാഠപുസ്തകത്തിലും ഇതുണ്ട്. ഒന്ന് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, 2 മഹൽവാരി വ്യവസ്ഥ, റയറ്റ് വാരി വ്യവസ്ഥ.
ഇങ്ങനെ 3 നികുതി സമ്പ്രദായങ്ങളാണ് ഉണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞല്ലോ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ 3 ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, മഹൽവാരി വ്യവസ്ഥ, റയട്ട് വാരി വ്യവസ്ഥ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ ഭൂനികുതി വ്യവസ്ഥകൾ എവിടെയാണ് നടപ്പിലാക്കിയത്, എന്താണ് ഈ നികുതി വ്യവസ്ഥയുടെ പ്രത്യേകതകൾ ഒക്കെ നോക്കാം. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നിങ്ങളുടെ പുസ്തകത്തിൽ അക്കമിട്ട് പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഞാൻ ഈ കാണിക്കുന്നുള്ളൂ. ഇന്ത്യയിലെ ഇന്ന് നമ്മൾ കാണുന്ന ബംഗാൾ, ഒറീസ, ബീഹാർ അഥവാ നമ്മളെ കിഴക്കൻ ഭാഗത്തുള്ള സംസ്ഥാനങ്ങൾ ബംഗാൾ, ഒറീസ, ബീഹാർ മേഖലയിലാണ് നടപ്പിലാക്കിയത്. 1793 കോൺവാലീസ് പ്രഭുവാണിത് ആവിഷ്കരിച്ചത്. ജമീന്ദാർമാർ കർഷകരിൽ നിന്ന് നികുതി പിരിച്ച് ഗവൺമെൻറ്റിന് കൈമാറി. ആരാപ്പോൾ ജമീന്ദാർമാർ എന്ന് പറഞ്ഞാൽ? അല്ലേ, നമ്മൾ കേൾക്കാത്തൊരു വാക്കാണ്. ജമീന്ദാർമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാഠപുസ്തകത്തിൽ നമുക്ക് കാണാം. നോക്കൂ, ഇതാണിപ്പോൾ കണ്ടത് നിങ്ങളുടെ പാഠപുസ്തകത്തിലുള്ള ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ പ്രദേശ നികുതി പിരിച്ചിരുന്നത് ജമീന്ദാർമാരായിരുന്നു. ഈ വാക്ക് നിങ്ങൾ മുമ്പ് 9ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ജമീന്ദാരി സിസ്റ്റം എന്ന പേരിൽ നിങ്ങൾ പഠിച്ചിരുന്നു. ഓർക്കുന്നുണ്ടത്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നിങ്ങൾ വിക്ടേഴ്സിൻ്റെ ക്ലാസ്സൊക്കെ കണ്ടതാണല്ലോ. എനിവൺ ക്യാൻ സേ? പറയൂ, ആരൊക്കെ മൈക്ക് അൺമ്യൂട്ട് ചെയ്യുന്നുണ്ട്? പറയൂ, തെറ്റിക്കോട്ടെ, പറയൂ. ലൈനിലില്ല ആരും? മാഷ് പറഞ്ഞിരുന്നില്ലേ ജമീന്ദാർമാരാരാണെന്നുള്ളത്? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഞങ്ങൾ ആരും ലൈനിൽ ഇല്ല വെച്ചു. ജമീന്ദാരി സിസ്റ്റം എന്ന് പറയുന്നത് മുമ്പുണ്ടായിരുന്ന ഒരു രീതിയാണ്. അഥവാ ഒരു ഭരണകൂടത്തിൽ ഒരു രാജാവ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ രാജാവിന് ഭൂപ്രദേശങ്ങളെ മുഴുവനായിട്ട് നോക്കി നടത്താൻ കഴിയില്ല. അപ്പോൾ എന്ത് ചെയ്യും? ആ ഒരു പ്രദേശത്തെ നമ്മൾ ഇന്ന് ഡിസ്ട്രിക്റ്റ് ആയിട്ടൊക്കെ തിരിക്കുന്നത് പോലെ, ജില്ലകളായിട്ട് തിരിക്കുന്നത് പോലെ ഒരു പ്രത്യേക പ്രദേശത്തെ തിരിക്കും. ആ തിരിക്കുന്ന പ്രദേശത്തിൻ്റെ ഭൂ ഉടമസ്ഥാവകാശം ജമീന്ദാർമാരായിരുന്നു. ഭൂമിയുടെ ഉടമ. കൃഷിക്കാർക്ക് ഭൂമിയില്ല. ജമീന്ദാർമാരുടെ കയ്യിലാണ് ഭൂമിയുള്ളത്. ഈ ജമീന്ദാർമാരുടെ ഭൂമിയിൽ ആര് ചെയ്യാണ്? സാധാരണ കർഷകർ കൃഷി ചെയ്യുന്നു. ജമീന്ദാർമാർ പറയുന്ന കൃഷി അവർ നിശ്ചയിച്ച പാട്ടം അവർ നൽകുകയും വേണം. ജമീന്ദാർമാർ എത്രയാണോ പാട്ടത്തിന് നിശ്ചയിച്ചത് അഥവാ അതിന് വാടക നിശ്ചയിച്ചത് അത് കൃത്യമായിട്ട് കർഷകർ നൽകുകയും വേണം. ഈ ഒരു സിസ്റ്റം മുമ്പ് ഉണ്ടായിരുന്ന സിസ്റ്റമാണ്. ഇതാണ് ജമീന്ദാരി സിസ്റ്റം എന്ന പേരിൽ അറിയപ്പെടുന്നത്, ജമീന്ദാരി വ്യവസ്ഥ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഉണ്ടോ? ഇത് മുമ്പുണ്ടായിരുന്ന രീതിയാണ്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്ത് നികുതി പിരിച്ചിരുന്ന ജമീന്ദാർമാരായിരുന്നു. നികുതി പിരിവിന് അധികാരമുണ്ടായിരുന്ന പ്രദേശത്തെ മുഴുവൻ ഭൂമിയുടെ ജമീന്ദാർമാരായിരുന്നു. ഇനി 3, ജമീന്ദാർമാർ ഭൂവുടമകളായതോടെ യഥാർത്ഥ കർഷകർ കുടിയാന്മാരായി മാറി. എന്താ കുടിയാന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വാടകക്കാരായി മാറി. നമ്മുടെ ഇവിടെയൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു. നമ്മുടെ ഈ ഒരു പ്രദേശമൊക്കെ ജമീന്ദാർമാരായില്ല, കോവിലകങ്ങൾക്ക് കീഴിലായിരുന്നു നമ്മുടെ ഉണ്ടായിരുന്ന ഭൂപ്രദേശങ്ങളെല്ലാം. കോവിലകത്തിന് കീഴിലുള്ള സ്ഥലം മുഴുവൻ കോവിലകത്തിൻ്റെ ആയിരിക്കും. അവരുടെ കയ്യിലുള്ള സ്ഥലത്ത് നമ്മൾ പോലെയുള്ള സാധാരണക്കാരായ കർഷകരാണ്. അവർ കുടിയാന്മാരാണ്. എന്താണ്? പാട്ടത്തിന് നമുക്ക് അവർ ഭൂമി തരും, നമുക്ക് കൃഷി ചെയ്യാം, വിളവിൻ്റെ നിശ്ചിത ശതമാനം അവർക്ക് തന്നെ കൊടുക്കണം. നോക്കൂ, നിങ്ങളിവിടെ ജമീന്ദാരി സിസ്റ്റത്തിൽ വിളവിൻ്റെ 60% വരെ കർഷകർ നികുതിയായി നൽകണമായിരുന്നു. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? 100 പറ നെല്ലുണ്ടെങ്കിൽ 60 പറയും ആർക്കാണ്? ജമീന്ദാർമാർക്കാണ്. അതിന് കാരണം എന്താ അവർ പറഞ്ഞത്? ഭൂമിയുടെ
ഉടമസ്ഥാവകാശം ജമീന്ദാർമാരാണ്. നമ്മൾ അവിടുത്തെ പാട്ടക്കുടിയാന്മാർ മാത്രമാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി നോക്കൂ, അടുത്ത് പറഞ്ഞ വിളവ് മോശമായാലും നികുതി നൽകണമായിരുന്നു. എന്തെങ്കിലും കാലാവസ്ഥാ പ്രശ്നമോ വിളനാശമോ ഒക്കെ ഉണ്ടാവാം. അതൊക്കെ ഉണ്ടായാൽ പോലും നികുതിക്ക് ഇളവുണ്ടായിരുന്നില്ല. നിശ്ചിത തീയതിയിൽ നികുതി പണമായി നൽകണമായിരുന്നു. മുൻ കാലങ്ങളിൽ ഉൽപ്പന്നങ്ങളാണ് കർഷകർ നികുതിയായി നൽകിയിരുന്നത്. അപ്പം അവിടെയും മാറ്റം വന്നു. നിലവിൽ ഞാൻ ഇവിടുത്തെ കാര്യമാണ് ഞാൻ പാട്ടക്കുടിയ എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ജമീന്ദാരി സിസ്റ്റമാണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ പ്രദേശത്ത് നികുതി പിരിച്ചിരുന്ന ജമീന്ദാർമാരായിരുന്നു. നികുതി പിരിവിന് അധികാരമുണ്ടായിരുന്ന പ്രദേശത്ത് മുഴുവൻ ഭൂമിയുടെ ഉടമസ്ഥർ ജമീന്ദാർമാരായിരുന്നു. ജമീന്ദാർമാർ ഭൂമി ഉടമകളായതോടെ യഥാർത്ഥ കർഷകർ കുടിയാന്മാരായി മാറി. വിളവിൻ്റെ 60% വരെ എന്ന് പറഞ്ഞാൽ 60%, അതിൻ്റെ പകുതിയിലധികവും നികുതിയായി നൽകണമായിരുന്നു. വിളവ് മോശമായാലും നികുതി നൽകണമായിരുന്നു. നിശ്ചയിച്ച തീയതിയിൽ നികുതി പണമായി നൽകണമായിരുന്നു. മുൻകാലങ്ങളിൽ ഉൽപ്പന്നങ്ങളാണ് കർഷകർ, അതായത് ഉൽപ്പന്നങ്ങൾ കൊടുത്തിരുന്ന കാലം ഏതാണ്? രാജാക്കന്മാർ നേരിട്ട് ഭരണം നടത്തിയിരുന്ന കാലത്ത്. ആ പ്രദേശങ്ങളിൽ രാജാക്കന്മാർ ഭരണം നടത്തിയിരുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞില്ല, 600-ലധികം നാട്ടുരാജ്യങ്ങളായിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ അവരെന്താ ചെയ്തിരുന്നത്? നികുതിയായി നൽകിയിരുന്നത് കർഷകൻ്റെ കാർഷിക ഉൽപ്പന്നങ്ങളായിരുന്നു. പക്ഷേ ബ്രിട്ടീഷുകാരായപ്പോൾ എന്ത്? അവർക്ക് കാർഷിക ഉൽപ്പന്നങ്ങൾ ആ രീതിയിൽ വേണ്ട, നികുതിയായിട്ട് വേണ്ടത് എന്ത് വേണം? പണമായിട്ട് തന്നെ നൽകണമായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് നമ്മളോട് പറയുന്നത്. അപ്പോൾ കണ്ടോ നിങ്ങളുടെ പുസ്തകത്തിലുള്ള ഈ ആരോ മാർക്കിലാണ് ഈ 5 പോയിന്റുകൾ നമ്മളോട് പറയുന്നത്, ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി നമുക്ക് രണ്ടാമത്തെ വ്യവസ്ഥയെ നമുക്ക് നോക്കാം, മഹൽവാരി വ്യവസ്ഥ. നോക്കൂ നിങ്ങൾ, ആ പോയിന്റ് തന്നെ ബ്രിട്ടീഷ് ഗവൺമെൻറ് ജനറലായിരുന്ന കോൺവാലിസ് പ്രഭുവാണ് നയം നടപ്പിലാക്കിയത്. നേരത്തെ പറഞ്ഞ ഇതുമായി ബന്ധപ്പെട്ട് കേട്ടോ. ദക്ഷിണേന്ത്യയിൽ നടപ്പിലാക്കിയ റൈറ്റ് വാരി വ്യവസ്ഥയിൽ, അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞത് എവിടെയായിരുന്നു? ബംഗാൾ, ബീഹാർ, ഒറീസ, ഇന്ത്യയുടെ കിഴക്കൻ ഭാഗങ്ങളിലാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. എന്നാൽ ദക്ഷിണേന്ത്യയിൽ, അഥവാ ദക്ഷിണാന്ത്യ എന്ന് പറയുന്നതാണ് കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്രയുടെ കുറച്ച് ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രദേശത്ത് നമ്മൾ എന്ത് പറയുക? ദക്ഷിണേന്ത്യ എന്ന് പറയാം. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്രയുടെ കുറച്ച് ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ ഒരു പ്രദേശത്തെയാണ് നമ്മൾ എന്ത് പറയുക? ദക്ഷിണേന്ത്യ എന്ന് പറയാം. ഈ ദക്ഷിണേന്ത്യയിൽ നടപ്പിലാക്കിയത് മറ്റൊരു നികുതി സമ്പ്രദായമായിരുന്നു. ഏതാണത്? റൈറ്റ് വാരി വ്യവസ്ഥ. എന്താ ഇതിൻ്റെ പ്രത്യേകത? കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിക്കുന്ന രീതിയാണ് അതിലുണ്ടായിരുന്നത്. ഭൂമിയുടെ ഉടമസ്ഥാവകാശം കർഷകനായിരുന്നു. അവിടെ മറ്റേതെന്തായിരുന്നു? ആരായിരുന്നു ഉടമസ്ഥാവകാശം? ജമീന്ദാർമാരായിരുന്നു. ഇവിടെയോ കർഷകരായിരുന്നു ഭൂമിയുടെ ഉടമസ്ഥാവകാശം. എന്നാൽ അമിതമായ നികുതി നിരക്ക് കർഷകരെ ദരിദ്രരാക്കി. മാത്രമല്ല, നികുതി നിരക്ക് ഇടയ്ക്കിടെ വർദ്ധിപ്പിച്ചിരുന്നു. മഹൽവാരി വ്യവസ്ഥയിലാകട്ടെ ഗ്രാമത്തലവന്മാരായിരുന്നു നികുതി പിരിച്ചിരുന്നത്. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് മാറ്റം? നമ്മളത് കമ്പാരിസൺ നടത്തുന്ന ചോദ്യം നമുക്ക് വരിക. ഒന്ന്, ജമീന്ദാർമാരായിരുന്നു ഭൂമിയുടെ ഉടമസ്ഥാവകാശം, ജമീന്ദാർമാരായിരുന്നു നികുതി പിരിച്ചിരുന്നത്. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് പകരം പണമായിട്ട് തന്നെ നികുതി നൽകണമായിരുന്നു. ഇത്രയും കാര്യങ്ങൾ അവിടെ പഠിച്ച് നമുക്ക് ഓർമ്മയിൽ വേണം. ഇനി ഇത് ദക്ഷിണേന്ത്യയിലാണ് നടപ്പിലാക്കിയത്. കർഷകരിൽ നേരിട്ട് നികുതി പിരിക്കുന്ന രീതിയാണ് ഇതിലുണ്ട്. ജമീന്ദാർമാരല്ല പിരിക്കുന്നത്, ബ്രിട്ടീഷ് ഗവൺമെൻറ് നികുതി പിരിച്ചിരുന്നത്. ഭൂമിയുടെ ഉടമസ്ഥാവകാശം അവിടെ ജമീന്ദാർമാർക്കായിരുന്നെങ്കിൽ ഇവിടെ കർഷകർക്കാണ്. എന്നാൽ അമിതമായ നികുതി നിരക്ക് കർഷകരെ ദരിദ്രരാക്കി. മാത്രമല്ല, നികുതി നിരക്ക് ഇടയ്ക്കിടെ വർദ്ധിപ്പിച്ചിരുന്നു. മഹൽവാരി വ്യവസ്ഥ. ഇനി മൂന്നാമത്താണ് മഹൽവാരി വ്യവസ്ഥ. ആദ്യത്തെ രണ്ടും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒന്ന്, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. 2, റൈറ്റ് വാരി വ്യവസ്ഥ. 3, മഹൽവാരി വ്യവസ്ഥ. ഇനി മഹൽവാരി വ്യവസ്ഥയിൽ നോക്കൂ നിങ്ങൾ, ഗ്രാമത്തലവന്മാരായിരുന്നു നികുതി പിരിച്ചിരുന്നത്. ഇവിടെയും മാറി അല്ലേ. നേരത്തെ ജമീന്ദാർമാർ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ പിരിച്ചു. റൈറ്റ് വാരി വ്യവസ്ഥയിൽ ബ്രിട്ടീഷുകാർ നേരിട്ട് പിരിച്ചു. ഇവിടെ മഹൽവാരി വ്യവസ്ഥയിലായപ്പോൾ ഗ്രാമത്തലവന്മാരായിരുന്നു പിരിച്ചിരുന്നത്.
ഈ വ്യവസ്ഥയിലും നികുതി നിരക്ക് അമിതമായിരുന്നു. ഗ്രാമത്തെ മഹൽ എന്ന യൂണിറ്റായിട്ട് കണക്കാക്കിയിരുന്നു. ഇങ്ങനെയാണ് അവിടുന്ന് നികുതി പിരിച്ചത്. അപ്പോൾ 3 രീതിയിലുള്ള നികുതി വ്യവസ്ഥ നമ്മൾ പഠിച്ചു. ഇതാണ് ഈ 3 ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, മഹൽവാരി വ്യവസ്ഥ, റൈറ്റ് വാരി വ്യവസ്ഥ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ജമീന്ദാർമാർ, നികുതി പിരിച്ചിരുന്നത് ജമീന്ദാർമാർ, പണമായിട്ട് തന്നെ നികുതി നൽകണമായിരുന്നു. വിളവിൻ്റെ 60% അതിൽ കൂടുതലോ നികുതി നൽകണമായിരുന്നു. വിള മോശമായാലും നികുതി നൽകണമായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചത്. ഏതെല്ലാം സംസ്ഥാനങ്ങളാണ്? ബംഗാൾ, ഒറീസ, പശ്ചിമ ബംഗാൾ പോലുള്ള പ്രദേശങ്ങൾ. ദെൻ മഹൽവാരി വ്യവസ്ഥ ദക്ഷിണേന്ത്യയിൽ നടപ്പിലാക്കിയ വ്യവസ്ഥയാണ് ഇതുണ്ടായിരുന്നത്. ഗ്രാമത്തെ ഒരു മഹൽ എന്ന രീതിയിൽ കണക്കാക്കിയിരുന്നു. ഇതാരാ പിരിച്ചിരുന്നത്? ബ്രിട്ടീഷുകാർ നേരിട്ടാണ് നികുതി പിരിച്ചിരുന്നത്. ദെൻ റൈറ്റ് വാരി വ്യവസ്ഥ. അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്? കമ്പാരിസൺ നടത്തി മനസ്സിലാക്കുകയാണ് വേണ്ടത്. പരീക്ഷയ്ക്ക് ആ രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാം. ആ ഭാഗം ക്ലിയർ ആയി വിചാരിക്കണം. ക്ലിയർ ആയില്ലേ? ഹലോ, ഓക്കെ. അടുത്ത ടോപ്പിക്കിലേക്ക് പോട്ടെ. സാറേ, മഹൽവാരി വ്യവസ്ഥയിൽ ഗ്രാമത്തലവനല്ലേ നികുതി പിരിച്ചിരുന്നു? അതെ അതെ അതെ, ഞാൻ മാറി പറഞ്ഞോ? സാറ് അല്ല, ഞാൻ റൈറ്റ് വാരിയാണ് പറഞ്ഞത്. അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞ മാറിയൊന്നും എനിക്കറിയില്ല. ഓക്കെ. ഇനി പറഞ്ഞ് തെറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? പാഠപുസ്തകം വായിച്ചിട്ടൊന്ന് മനസ്സിലാക്കുക. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ മാറിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വന്നിട്ടുണ്ടാവാം. നോക്കൂ, ബ്രിട്ടീഷുകാർ നടപ്പിലാക്കി, കോമൺ ആയിട്ടാണ് ഇനി പറയുന്നത്, ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി നയങ്ങൾ കാർഷിക രംഗത്ത് വൻ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി. ഉയർന്ന നികുതി നിശ്ചയിച്ച തീയതിയിൽ പണമായി അടയ്ക്കാൻ കഴിയാതെ വന്ന കർഷകർക്ക് പലപ്പോഴും കൊള്ളപ്പലിശക്കാരിൽ നിന്ന് പണം വേണ്ടി വന്നു. ഇതാണ് നേരിട്ട ഒരു പ്രശ്നം. ഉയർന്ന നികുതി നിശ്ചയിച്ച തീയതിയിൽ പണമായി അടയ്ക്കാൻ കഴിയാതെ വന്ന കർഷകർക്ക് പലപ്പോഴും കൊള്ളപ്പലിശക്കാരിൽ നിന്ന് കടം വാങ്ങേണ്ട അവസ്ഥ വന്നു. കൃഷിയിടം പണയപ്പെടുത്തിയാണ് അവർ കടം വാങ്ങിയത്. ഉയർന്ന പലിശ നിരക്കായിരുന്നു കർഷകരിൽ നിന്ന് ഈടാക്കിയത്. അതിനാൽ കടവും പലിശയും അടയ്ക്കാൻ കഴിയാതെ വന്ന കർഷകരുടെ ഭൂമി കൊള്ളപ്പലിശക്കാർ കൈയടക്കി. അപ്പോൾ നിങ്ങൾ നോക്കൂ, കർഷകർ എത്രത്തോളം പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയത്. നികുതി നിശ്ചയിച്ചു, വിള ഉണ്ടായി, വിളൻ്റെ 60% അതിൽ കൂടുതലോ നികുതി കൊടുക്കണം. അവസാനം നികുതി കൊടുക്കാൻ കഴിയാതെ വന്നപ്പോൾ പണം കടം വാങ്ങി കൊടുക്കേണ്ടി വന്നു. അങ്ങനെ പലപ്പോഴും ഭൂമി പണയപ്പെടുത്തി വാങ്ങി. ഇങ്ങനെ പണയപ്പെടുത്തുക വഴി പലരുടെയും ഭൂമി നഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു ചോദ്യമുണ്ട്. ബ്രിട്ടീഷ് നികുതി നയങ്ങൾ എങ്ങനെയാണ് കർഷകരെ കൊള്ളപ്പലിശക്കാരുടെ ചൂഷണത്തിലേക്ക് തള്ളിവിട്ടത്? അതിന് ഉത്തരവിടണ്ടല്ലോ. ഈ ഒരൊറ്റ പാരഗ്രാഫ് തന്നെയാണ് അതിൻ്റെ ഉത്തരം. ഈ ഒരു പാരഗ്രാഫ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായി. പിന്നെ 3 ചോദ്യങ്ങൾക്കാണ് സാധ്യതയുള്ളത്. ഒന്ന്, 3 നികുതി സമ്പ്രദായങ്ങളും അതിൻ്റെ പ്രത്യേകതകളും. അത് ചിലപ്പോൾ താരതമ്യം ചോദിക്കാം, അല്ലാതെ ചോദിക്കാം. ഏതായാലും 3 നികുതി വ്യവസ്ഥയെക്കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചാൽ ആ ഭാഗത്തുനിന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം. അപ്പോൾ 4 ചോദ്യങ്ങളായി. ഒന്ന്, ഓരോ നികുതി സമ്പ്രദായത്തിൻ്റെ പ്രത്യേകതയും, അത് ഓരോന്നാണ് 3 എന്ന് പറഞ്ഞത്. പിന്നീട് ഇപ്പം നിങ്ങൾ കാണുന്ന ഈ ചോദ്യം. ഇതൊക്കെ പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിക്കാറുള്ള ചില ചോദ്യങ്ങളാണ്. ഇനി ഇങ്ങനെ വന്നപ്പോഴാണ് കൃഷിയുടെ വാണിജ്യവൽക്കരണത്തിലേക്ക് ആളുകൾ എത്തിപ്പെടുന്നത്. കൃഷിയുടെ വാണിജ്യവൽക്കരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബ്രിട്ടീഷുകാരുടെ നികുതി നയങ്ങൾ കർഷകരെ കൂടുതൽ ദുരിതത്തിലെത്തിച്ചു. ഗ്രാമങ്ങൾക്കായി കൃഷി ചെയ്തിരുന്ന അവർ കമ്പോളത്തെ അഥവാ മാർക്കറ്റിനെ ലക്ഷ്യമാക്കി കൃഷി ചെയ്യാൻ തുടങ്ങി. ആർക്ക് വേണ്ടിയിട്ടാണ്? യൂറോപ്പിലേക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങളാണ് അവർ കൃഷി ചെയ്തത്. ഭക്ഷ്യവിളകൾക്ക് പകരം നാണ്യവിളകൾ അവർ കൃഷി ചെയ്യാൻ തുടങ്ങി. അത് പറഞ്ഞല്ലോ, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നികുതി സമ്പ്രദായത്തിൽ വല്ലാതെ പ്രയാസപ്പെട്ടു കർഷകർ. ഈ അമിതമായ നികുതി കൊടുക്കാൻ കഴിയാതിരുന്നപ്പോഴാണ് അവർ ഭക്ഷ്യവിളകൾക്ക് പകരം
നാണ്യവിളകൾ കൃഷി ചെയ്യുക. അതാണ് വാണിജ്യവൽക്കരണം എന്നുള്ള ഉദ്ദേശിക്കുന്നത്. ഇല്ലേ? ഇപ്പം നമുക്കൊക്കെ അറിയാം, നമ്മളെ കേരളത്തിൽ പൊതുവെ ഭക്ഷ്യവിളകൾ കൃഷി ചെയ്യുന്നതിൻ്റെ അളവ് വളരെ കുറവാണ്. ഭക്ഷ്യവിളകളായിട്ട് നമുക്കറിയാം നെല്ല്, തേങ്ങ പോലുള്ള വിളകളാണ്, പച്ചക്കറികളൊക്കെ. ഇത് പൊതുവെ കേരളത്തിൽ കുറവാണ്. കേരളത്തിൽ എന്താ ഇപ്പോൾ കൃഷി ചെയ്യുന്നത്? നാണ്യവിളകളാണ്. റബ്ബർ, അടയ്ക്ക, അല്ലേ? മറ്റ് ഉപയോഗങ്ങൾക്കുള്ള കാർഷിക ഇതുപോലെയാണ് അവർ അന്ന് മാറേണ്ടി വന്നത്. അവർക്ക് പരിചയം നെല്ലോ അല്ലെങ്കിൽ അത്തരം കടലവർഗ്ഗങ്ങളൊക്കെയുള്ള ഭക്ഷ്യവർഗ്ഗങ്ങൾ അവർക്ക് പരിചയം ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഇത് കൃഷി ചെയ്തിട്ട് ബ്രിട്ടീഷുകാർ ചുമത്തിയ അമിതമായ നികുതി കൊടുക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് ബ്രിട്ടീഷുകാർക്ക് ആവശ്യമുള്ള അവരുടെ ഫാക്ടറിയിലേക്ക് അസംസ്കൃത വസ്തുവായിട്ട് വേണ്ട പല ഉൽപ്പന്നങ്ങളെയും ഇവർ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി തുടങ്ങുന്നത്. അതിനു മുമ്പ് നമ്മൾ ചെയ്തിരുന്നു. പരുത്തി നമ്മൾ കൃഷി ചെയ്തിരുന്നു, ആവശ്യത്തിനേ ഉണ്ടാക്കുകയുള്ളൂ. എക്സാമ്പിളിന് വേണ്ടി പറഞ്ഞതാണ്. നീലം നമ്മൾ കൃഷി ചെയ്തിരുന്നു, നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയുള്ളത് മാത്രം. പക്ഷേ പിന്നീട് ഇതിൻ്റെയൊക്കെ സാഹചര്യം മാറി. നമുക്ക് നോക്കാം. ഉണ്ടോ? ഇന്ത്യയിലെ കർഷകർ പരമ്പരാഗതമായി കൃഷി ചെയ്തിരുന്നത് കുടുംബത്തിൻ്റെയും ഗ്രാമത്തിൻ്റെയും ആവശ്യത്തിന് വേണ്ടിയായിരുന്നു. എന്നാൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് കർഷകർ വിപണി ലക്ഷ്യമാക്കി കൃഷി ചെയ്യാൻ നിർബന്ധിതരായി. ഭക്ഷ്യവിളകൾക്ക് പകരം നാണ്യവിളകൾ വൻതോതിൽ കൃഷി ചെയ്തു. ഈ മാറ്റത്തെയാണ് അക്കാലത്ത് കൃഷിയുടെ വാണിജ്യവൽക്കരണം എന്ന് പറയുന്നത്. ഭരണത്തിന് കീഴിൽ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ നികുതി നിരക്ക് കൂടുതലായിരുന്നല്ലോ. മാത്രമല്ല നികുതി പണമായി നിശ്ചയിക്കപ്പെട്ട തീയതികളിൽ തന്നെ നൽകണമായിരുന്നു. ഈ സാഹചര്യം നേരിടാൻ വേണ്ടിയായിരുന്നു കർഷകർ വിപണിയിൽ കൂടുതൽ വില ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ കൃഷി ചെയ്തത്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഈ പറഞ്ഞത്. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ നികുതി നിരക്ക് കൂടുതലായിരുന്നു. മാത്രമല്ല നികുതി പണമായി നിശ്ചയിക്കപ്പെട്ട തീയതികളിൽ തന്നെ നൽകണമായിരുന്നു. ഈ സാഹചര്യം നേരിടാൻ വേണ്ടിയായിരുന്നു കർഷകർ വിപണിയിൽ കൂടുതൽ വില ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ കൃഷി ചെയ്തത്. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങളായിരുന്നു വിപണിയിൽ ഉയർന്ന വില ലഭിച്ചത്. അങ്ങനെ ഇന്ത്യൻ കൃഷിയിടങ്ങൾ യൂറോപ്പിനായി കൃഷി ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നിങ്ങൾ നോക്കൂ, നമുക്ക് വന്നൊരു മാറ്റമാണ്. ഭക്ഷ്യവിളകൾ കൃഷി ചെയ്യുന്ന സ്ഥലത്തൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? നാണ്യവിള കൃഷി ചെയ്യാൻ തുടങ്ങി. ബ്രിട്ടീഷുകാർക്ക് നികുതി കൊടുക്കണം. ഉയർന്ന സംഗതിയിലുള്ള കപ്പം നികുതി കൊടുക്കണം. ആ നികുതി കൊടുക്കാൻ വേണ്ടി നമ്മൾ കൃഷികൾ നോക്കൂ നിങ്ങൾ. നീലം, പരുത്തി, കരിമ്പ്, തേയില, ചണം, ഗോതമ്പ്. ഇതൊന്നും നമുക്ക് വേണ്ടത്ര നമ്മുടെ ഭക്ഷ്യത്തിന് ആവശ്യം നമ്മൾ ചെയ്യും. നീലം നമുക്കറിയാം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ്? വസ്ത്രത്തിൽ ചായം മുക്കാൻ പ്രകൃതിദത്ത നിറമായിട്ട് ഉപയോഗിച്ചിരുന്ന സാധനമാണ് നീലം എന്ന് പറയുന്നത്. കാരണം അന്ന് കെമിസ്ട്രി ഇത്രത്തോളം, ഓർഗാനിക് കെമിസ്ട്രി ഒന്നും ഇത്രത്തോളം കണ്ടെത്തിയിട്ടില്ല, വ്യത്യസ്തമായ കളറുകൾ കണ്ടെത്താനൊന്നും. അപ്പോൾ പ്രകൃതിദത്ത നിറങ്ങളാണ് വസ്ത്രങ്ങളിൽ, കോട്ടൺ വസ്ത്രങ്ങളിൽ മുഖ്യ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അതിന് നീലം എന്ന് പറയുന്ന, ഇൻഡിഗോ എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട്. ആ ഒരു കുറ്റിച്ചെടിയാണ്. ഈ കുറ്റിച്ചെടിയുടെ കറയാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളെ കൊണ്ട് നീലം കൃഷി ചെയ്യിച്ചിരുന്നത്. ദെൻ മറ്റൊന്ന് പരുത്തി, വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായ പരുത്തി, കോട്ടൺ വസ്ത്രങ്ങൾ. ദെൻ കരിമ്പ് പഞ്ചസാര ഉണ്ടാക്കാൻ. തേയില നമുക്കറിയാം. ചണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാക്കുനൂലില്ലേ നമ്മളെ, ജൂട്ട് എന്ന് പറയും. അത് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ. കാരണം ഇന്നത്തെ പോലെ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളുള്ള കാലമല്ലാതെ നൂൽച്ചാക്കുകളാണുള്ളത്. അപ്പോൾ ചണം വ്യാപകമായിട്ട് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ചണം ഒന്ന്, മറ്റൊന്ന് ഗോതമ്പ്, അതൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഭക്ഷ്യവിളകൾക്ക് പകരം നാണ്യവിളകളായിട്ട് കൃഷി ചെയ്യുക. ഗോതമ്പ് നാണ്യവിളയാണോ വെച്ചാൽ ഗോതമ്പിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഒരുപാട് മറ്റ് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. അരി പോലെയല്ല. ഇപ്പം നമുക്ക് റവ, മൈദ, ആട്ട, ഇങ്ങനെ വ്യത്യസ്തമായ ഉൽപ്പന്നങ്ങളുണ്ട്. അതൊക്കെ ഉപയോഗിച്ച് വീണ്ടും മറ്റു പല ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അരി കൊണ്ട് അത്രത്തോളം നമുക്ക് വ്യാപകമായിട്ട് ഉണ്ടാക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഗോതമ്പിനെ നമ്മൾ ഈ ഒരു വിഭാഗത്തിൽ ഉൾപ്പെടുത്താനുള്ള കാരണം. മറ്റൊക്കെ നമുക്കറിയാം ഫാക്ടറിയിലൂടെ കടന്നു പോകുന്ന സംഗതികളാണ്. അപ്പോൾ ഇങ്ങനെ ഭക്ഷ്യവിളകൾക്ക് പകരം നാണ്യവിളകൾ കൃഷി ചെയ്യാൻ വേണ്ടി മനുഷ്യർ നിർബന്ധിതരായി, ഇന്ത്യയിലെ കർഷകർ നിർബന്ധിതമായ സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഒരു ഭാഗം നമ്മൾ കൃഷിയുടെ വാണിജ്യവൽക്കരണമാണ്. എങ്ങനെയാണ് കൃഷിയുടെ വാണിജ്യവൽക്കരണത്തിലേക്ക് എത്തിയതെന്ന് വെച്ചാൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ 3 നികുതി വ്യവസ്ഥകളായിരുന്നു.
ആ 3 നികുതി വ്യവസ്ഥകളിൽ നിന്നാണ് ഇന്ത്യയിലെ കർഷകർ വാണിജ്യവൽക്കരണത്തിലെ ആവശ്യമായ കൃഷിയുടെ വ്യവസായം മുന്നിൽ കണ്ടുകൊണ്ടുള്ള കൃഷിയിലേക്ക് എത്തിപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. അങ്ങനെ പ്രധാന കൃഷികളൊക്കെ ഇതൊക്കെയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ദെൻ ഇനി അതിൽപ്പെട്ട ചില ആളുകൾ, നേരത്തെ നമ്മൾ പറഞ്ഞ ഈ വിഭാഗത്തിൽപ്പെട്ട ചില ആളുകൾ സമരരംഗത്തേക്ക് ഇറങ്ങിപ്പെട്ടത്. അതിൽ ഒന്ന് മാത്രം നമുക്ക് പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അതിലൊന്ന് നീലം കർഷകരുടെ കലാപം. നീലം ഞാൻ നേരത്തെ പറഞ്ഞു, ഇൻഡിഗോ എന്ന് ഇംഗ്ലീഷിൽ അറിയപ്പെടുന്ന ഒരു തരം കുറ്റിച്ചെടിയാണ്. ആ കുറ്റിച്ചെടി വസ്ത്രത്തിൽ ചായം മുക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന. അപ്പോൾ ബ്രിട്ടീഷുകാർക്ക് ഈ ഉൽപ്പന്നം വേണം. കാരണം പരുത്തി അവർ വ്യാപകമായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. നീലം എന്ന് പറയുന്നത് ബ്രിട്ടനിൽ വളരുന്ന സാധനമല്ല. അപ്പോൾ നിറം മുക്കാൻ ആവശ്യമായ നീലം കൂടി ഇവിടുന്ന് വേണം. അപ്പോൾ അത് ഇന്ത്യയിലെ കൃഷിക്കാർക്ക് ഒട്ടും പരിചയമുണ്ടായിരുന്ന സാധനമാണ്. വളരെ ഇന്ത്യയിൽ വളരെ കുറച്ച് സ്ഥലത്ത് മാത്രം പ്രാദേശികമായിട്ട് കൃഷി ചെയ്തിരുന്ന സാധനമാണ്. ഇതിനെ വ്യാപകമായിട്ട് കൃഷി ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ് ചെയ്തത്. നോക്കാം എങ്ങനെയാണ് ആ പ്രശ്നം നടക്കുന്നത്. ഒന്നാമത്തെ ഭാഗത്ത് കൃത്രിമ ചായങ്ങളെക്കുറിച്ചൊക്കെയാണ്. 18-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലുണ്ടായ വ്യവസായ വിപ്ലവം. ഇത് നമ്മളെവിടെ പഠിച്ചത്? 18-ാം നൂറ്റാണ്ടിലെ ഇംഗ്ലണ്ടിലെ വ്യവസായ വിപ്ലവത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു തരുന്നല്ലോ മുമ്പ്. ഓർക്കുണ്ടായിരിക്കല്ലോ? ഫസ്റ്റ് ചാപ്റ്ററിൽ. ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? ഓക്കെ. അപ്പോൾ 18-ാം നൂറ്റാണ്ടിലുണ്ടായ വ്യവസായ വിപ്ലവം തുണി നിർമ്മാണ രംഗത്ത് വലിയ കുതിച്ചുചാട്ടമുണ്ട്. കാരണം ഫാക്ടറികൾ പുതുതായിട്ട് ഇങ്ങനെ വന്നു. അതോടെ നീലത്തിൻ്റെ ആവശ്യം വർദ്ധിച്ചു. ഇന്ത്യയിൽ നീലം കൃഷി വ്യാപകമാക്കേണ്ടത് ബ്രിട്ടീഷ് വ്യവസായികളുടെ ആവശ്യമായിരുന്നു. കർഷകർക്ക് വൻ തുക മുൻകൂറായി നൽകി അവരെ കൊണ്ട് നീലം കൃഷി ചെയ്യിച്ചു. കാരണം എന്താണ്? ഇവർക്ക് നികുതി കൊടുക്കണമല്ലോ. അപ്പോൾ ആ നികുതി കൊടുക്കാൻ പണം അഡ്വാൻസ് ആയിട്ട് ആരെ കയ്യിൽ നിന്ന് വാങ്ങിയിരുന്നു? കൊള്ളപ്പലിശക്കാരെ കയ്യിൽ നിന്ന് വാങ്ങിയിരുന്നു. അതിന് പകരമായിട്ട് ബ്രിട്ടീഷുകാരനെ കൊടുക്കൽ തുടങ്ങി. ഇവരെ പ്രോത്സാഹിപ്പിക്കണം, ഇവരെ എങ്ങനെയെങ്കിലും നീലം കൃഷിയിലേക്ക് മാറ്റിക്കണം. അങ്ങനെ ബ്രിട്ടീഷ് വ്യവസായികളുടെ കർഷകരിൽ നിന്ന് വൻ തുക മുൻകൂറായി നൽകി അവരെ കൊണ്ട് നീലം കൃഷി ചെയ്യിച്ചു. ഉയർന്ന ഭൂനികുതി അടയ്ക്കാൻ കഴിയാതെ വിഷമിച്ച കർഷകർ കമ്പനി ഉടമകളുടെ പ്രലോഭനത്തിന്, അത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലുള്ള ഫാക്ടറി ഉടമകളുടെ പ്രലോഭനത്തിന് വഴങ്ങി നീലം വ്യാപകമായി കൃഷി ചെയ്തു. അവർ കൃഷി ചെയ്തിരുന്ന ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ കൃഷി ചെയ്യുന്ന മേഖലയിലെല്ലാം അവർ നീലം കൃഷി ചെയ്തു. ബ്രിട്ടീഷുകാരിൽ പണം മുൻകൂറായി കൈപ്പറ്റിയ ഓരോ കർഷകരും തൻ്റെ കൃഷിയിടത്തിൻ്റെ നിശ്ചിത ഭാഗം കൃഷി ചെയ്യണമെന്നായിരുന്നു നിബന്ധന. മനസ്സിലായല്ലോ? മാത്രമല്ല കൃഷിയിലെ ഏറ്റവും ഫലസമ്പുഷ്ടമായ ഭാഗത്തായിരുന്നു നീലം കൃഷി ഇറക്കേണ്ടിയിരുന്നത്. അതിനാൽ ഭക്ഷ്യധാന്യങ്ങൾ കൃഷി ചെയ്തിരുന്ന സ്ഥലങ്ങളിൽ നീലം കൃഷി ചെയ്യേണ്ടി വന്നു. ഇനിയാണ് അവരെ ചതിക്കുന്നത്. വിളവെടുപ്പ് കാലത്താകട്ടെ ബ്രിട്ടീഷ് ഏജന്റുമാരുടെ ഇടപെടൽ കാരണം നീലത്തിന് കുറഞ്ഞ വില മാത്രമേ ലഭിച്ചുള്ളൂ. കാരണം നീലം കർഷകരൊക്കെ എന്ത് ചെയ്തു? കൃഷിയൊക്കെ ചെയ്തു, ഉൽപ്പന്നങ്ങൾ ശേഖരിച്ചു, വിൽക്കാൻ നോക്കുമ്പോൾ വിലയില്ല. എന്നും കർഷകർ നേരിടുന്നൊരു പ്രശ്നമാണ്. ഇത് നന്നായിട്ട് ഇവരെ ഒരു ഹൈജാക്കിംഗ് ആണ് നടന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ സംഭവിച്ചു. അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ കർഷകരൊക്കെ ആകെ പ്രയാസപ്പെട്ടു. 1-2 വർഷങ്ങളല്ല, നീണ്ട കാലയളവാണ് ഇതൊക്കെ. ഇങ്ങനെ നടന്ന സമയത്താണ് കെമിസ്ട്രിയുടെ കണ്ടെത്തലുണ്ടാകുകയും അങ്ങനെ കൃത്രിമ ചായങ്ങൾ, കൃത്രിമ നിറങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്നു. പിൽക്കാലത്ത് കൃത്രിമ ചായങ്ങളുടെ കണ്ടെത്തലോടെ തുണികൾക്ക് നിറം നൽകാൻ നീലം ആവശ്യമില്ലാതെയായി. ഇതോടെ കൃഷിഭൂമിയുടെ ഭൂരിഭാഗവും നീലം കൃഷിക്ക് മാറ്റിവെച്ച കർഷകൻ്റെ അവസ്ഥ ദുരിതത്തിലായി. കാരണം അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാരില്ല. 1859 ബംഗാളിൽ കർഷകർ സംഘടിച്ച് നീലം കൃഷി ഉപേക്ഷിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചു. അമ്പും വില്ലും വാളും കുന്തവുമായി അവർ നീലം ഫാക്ടറി ആക്രമിച്ചു. നിരവധി സ്ത്രീകളും കലാപത്തിൽ പങ്കാളികളായി. ബ്രിട്ടീഷുകാരെ പിന്തുണച്ചവരെയും അവർക്ക് വേണ്ടി ജോലി ചെയ്തവരെയും കലാപകാരികൾ ബഹിഷ്കരിച്ചു. ഗ്രാമങ്ങളിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ആരംഭിച്ച കലാപത്തെപ്പറ്റി അറിഞ്ഞ് കൊൽക്കത്തയിൽ നിന്ന് വിദ്യാസമ്പന്നർ കലാപ പ്രദേശങ്ങളിലെത്തി കർഷകർക്ക് പിന്തുണ നൽകി. ഇതേ തുടർന്ന് നീലം കർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ബ്രിട്ടീഷ് ഭരണാധികാരികൾ കമ്മീഷനെ നിയമിച്ചു. ലാഭകരമല്ലാത്തതിനാൽ നീലം കൃഷി അവസാനിപ്പിക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞത് എന്താ? ഒറ്റ വായനയെ വായിച്ചത്. പറഞ്ഞത് എന്താ? ആദ്യം ബ്രിട്ടീഷുകാർ എങ്ങനെയാണ് നമ്മളെ
അല്ലേ? എന്താ ചെയ്തത്? ഭക്ഷ്യവിളകൾ കൃഷി ചെയ്തിരുന്ന സ്ഥാനത്ത് പണം അഡ്വാൻസ് ആയിട്ട് നൽകി ഇവരെ കൊണ്ട് നീലം കൃഷി ചെയ്യിച്ചു. നീലം കൃഷിയൊക്കെ വ്യാപകമായതോടുകൂടി നീലം വിളവെടുക്കേണ്ട സമയത്ത് ബ്രിട്ടീഷ് ഏജന്റുമാർ സംഘടിച്ചുകൊണ്ട് അവരെ വില കുറച്ചു, കർഷകരെ പ്രയാസപ്പെടുത്തി. ഇങ്ങനെ വർഷങ്ങൾ നീണ്ടുപോയി. ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ എന്ത് ചെയ്തു? കർഷകരുടെ തലമുറയൊക്കെ മാറി, അവർ ഭക്ഷ്യവിള കൃഷി ചെയ്യാൻ മറന്നു. വെറും നീലം കൃഷി മാത്രമേ അറിയുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നീലത്തിന് വിലയില്ലാതെയായി. കെമിസ്ട്രിയുടെ വ്യാപനം വന്നു, കൃത്രിമ ചായങ്ങൾ വന്നു. പിന്നീട് എന്ത് ചെയ്യാണ്? ഈ പാവം കർഷകർ അമ്പും വില്ലും വാളും കുന്തൊക്കെ ആയിട്ട് നീലം ഫാക്ടറി ആക്രമിച്ചു. അങ്ങനെ നിരവധി സ്ത്രീകളും കലാപത്തിൽ പങ്കാളിയായി ഒരുപാട് പേര് മരണപ്പെടുകയൊക്കെ ചെയ്തു. ഇങ്ങനെ ഗ്രാമത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ആരംഭിച്ച കലാപത്തെപ്പറ്റി അറിഞ്ഞ് വിദ്യാസമ്പന്നർ, അന്ന് കൽക്കത്ത എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ തലസ്ഥാനമാണ്, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തലസ്ഥാനമാണ്. അവിടെയാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനൊക്കെ സൗകര്യം ഉണ്ടായിരുന്നു. നമുക്കറിയാം, രവീന്ദ്രനാഥ ടാഗോറിനെ പോലെയുള്ള പ്രഗത്ഭരൊക്കെ പഠിച്ചിറങ്ങിയത് അവിടെ നിന്നാണ്. അപ്പോൾ അത്തരം ആളുകളൊക്കെ നീലം കർഷകർക്ക് പിന്തുണയുമായിട്ട് വന്നു. അവസാനം ഗതികെട്ട ബ്രിട്ടീഷ് ഗവൺമെൻറ് അതിനെക്കുറിച്ച് പഠിക്കാൻ നിയമിച്ചു. അങ്ങനെ നഷ്ടമാണെന്ന് തീരുമാനിച്ചു. നീലം കൃഷി അവസാനിപ്പിക്കാനും പദ്ധതിയിട്ടു. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പോൾ നീലം കർഷകരുടെ കലാപത്തിനിടയാക്കിയ സാഹചര്യം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് ബ്രിട്ടീഷ് ചൂഷണവുമായി ബന്ധപ്പെട്ട് 3 രീതിയിലുള്ള നികുതി സമ്പ്രദായം: ജമീന്ദാരി, മഹൽവാരി, റൈറ്റുവാരി. അതിൻ്റെ ഓരോന്നിൻ്റെയും പ്രത്യേകത. ദെൻ പിന്നീട് നമ്മൾ ബ്രിട്ടീഷ് നികുതി നയങ്ങളിൽ എങ്ങനെയാണ് കർഷകരെ കൊള്ളപ്പലിശക്കാരുടെ ചൂഷണത്തിലേക്ക് തള്ളിവിട്ടത്, അവർ കടം കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നീട് നമ്മൾ പറഞ്ഞത് ഒന്നാമത്തെ കൃഷിയുടെ വാണിജ്യവൽക്കരണം. ആ കൃഷിയുടെ വാണിജ്യവൽക്കരണത്തിൽ നീലം കർഷകരുടെ പ്രശ്നം വന്നു. അങ്ങനെ ഏതെല്ലാം കൃഷിയാണ് വാണിജ്യവൽക്കരണത്തിന് വേണ്ടി ചെയ്തത്, എങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെട്ട സാഹചര്യം, പിന്നീട് നീലം കർഷകർ, അതുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത്. അപ്പോൾ പാഠപുസ്തകം വായിച്ചുകൊണ്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് ഇങ്ങനെ രീതി സ്വീകരിച്ചത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്നോ രണ്ടോ തവണ പാഠപുസ്തകം ഒന്ന് വായിക്കുക. ചോദ്യം ഞാൻ നിങ്ങൾക്ക് ഇന്നോ നാളെയോ ആയിട്ട് നൽകും. അത് നോട്ട്ബുക്കിലേക്ക് എഴുതുകയും ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയോ? ഓക്കെ. ഇനി ഈ ഗ്രൂപ്പിൽ നിന്ന് എല്ലാവർക്കും എക്സിറ്റ് അടിച്ച് പോകാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. 10 ജിക്കാർ നമുക്ക് കോകരിക്കുലർ ആക്ടിവിറ്റീസിന് വേണ്ടിയുള്ള പീരീഡാണ് നമുക്ക് അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൃത്യം 11 മണിക്ക് ആ ലിങ്കിൽ എല്ലാവരും ലോഗിൻ ചെയ്യുക. ഓക്കെ.